+2 സയൻസ് എടുത്തിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ഓർക്കുമ്പോൾ ഉറക്കം വരാത്ത കുട്ടിയാണോ നിങ്ങൾ? എങ്കിൽ BSc നഴ്സിംഗിന് ചേർന്നാൽ എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. നഴ്സിംഗ് സിലബസ് വളരെ വലുതാണ്. അനാറ്റമി, ഫിസിയോളജി, ഫാർമക്കോളജി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയുണ്ടാകും. സ്കൂളിൽ പഠിക്കുന്നത് പോലെ കാണാതെ പഠിച്ചെഴുതാൻ ഇവിടെ സാധിക്കില്ല. വിഷയം മനസ്സിലാക്കി പഠിക്കാത്ത കുട്ടികൾ പലപ്പോഴും ഫസ്റ്റ് ഇയർ തന്നെ ഫെയിൽ ആയി പോകുന്ന അവസ്ഥ നഴ്സിംഗിൽ കണ്ടുവരാറുണ്ട്. ഇതാണ് പലരെയും ഈ കോഴ്സിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. പക്ഷെ ഒരു സത്യം ഞാൻ പറഞ്ഞു തരട്ടെ, സയൻസ് സ്നേഹിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ നഴ്സിംഗിനോളം രസകരമായ മറ്റൊരു കോഴ്സ് തന്നെ ഇല്ല. എന്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഈ ടഫായ പാഠഭാഗങ്ങളെ നിങ്ങൾക്ക് ഈസിയായി പറഞ്ഞു തരിക എന്നതാണ്. ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഈ സമയത്ത് തന്നെ എങ്ങനെ നഴ്സിംഗിന് വേണ്ട അടിത്തറ പാകാമെന്ന് ഞാൻ പഠിപ്പിക്കും. അനാറ്റമിയിലെ ഒരു പിക്ചർ വരയ്ക്കുമ്പോഴോ ഒരു മെഡിസിന്റെ പേര് പഠിക്കുമ്പോഴോ അതിന് പിന്നിലെ സയന്റിഫിക് അറിഞ്ഞ് പഠിച്ചാൽ അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ മനസ്സിലുണ്ടാകും. റൈറ്റ് നഴ്സിംഗ് ഡ്രീം ഹബിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്: മേക്കിംഗ് ലേണിംഗ് എൻജോയബിൾ. നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ടഫായ സബ്ജക്ട് ഏതാണ്? കമന്റ് ചെയ്യൂ. നമുക്കത് സിമ്പിൾ ആക്കാം. നഴ്സിംഗ് ആസ്പിറൻസ് ആയ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നാളെ ഹിലാൽ സാർ വരുന്നുണ്ട് അഡ്മിഷൻ പ്രക്രിയയിലെ ചില വലിയ തട്ടിപ്പുകളെ കുറിച്ച് സംസാരിക്കാൻ. സ്റ്റേ ട്യൂൺഡ്.